കുറേ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കി. ഈ പിണറായി വിജയൻ കിറ്റ് കൊടുത്ത പോലെ. അതിൻ്റെ ഒരു ഏറ്റവും അവസാനം ഈ പോകുന്ന പോക്കിന് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളി ഒരു 10,000 രൂപ വെച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിൽ. രാഹുൽ ഗാന്ധി വോട്ടർ അധികാരം യാത്ര നടത്തിയിട്ട് കാര്യമില്ലല്ലോ. വോട്ടർമാരുണ്ടെങ്കിൽ അധികാരവും യാത്രയും നടത്തിയിട്ട് ഫലമുള്ളൂ. അതാണ് പറ്റിയത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടി അപ്രസക്തമായി, ഉപ്പുവെച്ച കാലം പോലെ. കെ സുധാകരൻ മാറി സണ്ണി ജോസഫ് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ ഡബിൾ എഞ്ചിനായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. പക്ഷെ സംഭവിച്ചതല്ല. ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അതിൻ്റെ പുറത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുന്നത്. ഇപ്പോൾ ഷാഫി KC വേണുഗോപാലും ചേർന്ന ഒരു 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 ദൂഷിത കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഈ KPCC മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു സ്റ്റംബിളിംഗ് ബ്ലോക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിന് പുറത്താണ് ഈ മാതിരി ആശയക്കുഴപ്പം. പിന്നെ കോൺഗ്രസ്സിൽ ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് പരിഗണന കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശശി തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല? അല്ലെങ്കിൽ K മുരളീധരൻ നല്ല ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമുയർത്തുന്നത് നിരവധി ചോദ്യങ്ങളാണ്. പ്രവചിച്ചതിനേക്കാളൊക്കെ തന്നെ ഉജ്ജ്വലമായ വിജയം നേടി NDA സഖ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ കരുത്ത് ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിന് മുന്നിൽ ഇനി എന്ത്? ഇനിയൊരു പരാജയം കൂടി ഏറ്റുവാങ്ങുവാനുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്കുണ്ടോ? ബീഹാറിൽ ഇത്രയും വലിയൊരു പരാജയം RJD സ്വപ്നം കണ്ടിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് കേരളത്തെ എങ്ങനെ സ്വാധീനിക്കും? ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ, തിരഞ്ഞെടുപ്പ് റിസൾട്ട് NDAക്ക് മുൻതൂക്കമുണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും ഒരു നമുക്കിപ്പോൾ ഇതിനെ ഒരു മൃഗീയ വിജയം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ഇത്ര ഒരു വലിയ വിജയത്തിലേക്ക് NDA പോയിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത്? ഇംഗ്ലീഷിലാണെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം. മലയാളത്തിൽ മൃഗീയ ഭൂരിപക്ഷം എന്നാണ് പറയാറ്. പക്ഷേ ഇത് മൃഗീയത്തിനകത്ത് നിൽക്കില്ല, പൈശാചിക ഭൂരിപക്ഷം എന്ന് പറയേണ്ടതായിട്ട് വരും. പിന്നെ മൃഗീയത്തേക്കാൾ കൂടിയതാണല്ലോ പൈശാചിക. അല്ല ലിയോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ 3 ആഴ്ച മുമ്പ് ഈ ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. 2 സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞത് ഓർക്കല്ലേ? അതെ. ബീഹാറിൽ NDAക്ക് വളരെ വ്യക്തമായ മുൻതൂക്കമുണ്ട്, മേൽക്കൈയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ അങ്ങനെയാണ് സൂചന നൽകിയിരുന്നത്. അതെ. അഭിപ്രായ വോട്ടെടുപ്പുകളേക്കാൾ കൂടുതലായിട്ട് ഇവിടെ നിന്ന് അടക്കം ഈ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയ പത്രപ്രവർത്തകരൊക്കെ പറഞ്ഞത് BJP മുന്നണിക്ക് വലിയ മുൻതൂക്കമുണ്ട് എന്നാണ്. വളരെ നിഷ്പക്ഷർ എന്ന് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ BJPയോട് പ്രത്യേകിച്ച് യാതൊരു അനുഭവവും ഇല്ലാത്ത പ്രണയ് റോയ് അറിയാലോ, അതെ നമ്മുടെ പ്രകാശ് കാരാട്ടിൻ്റെ കോബ്രദർ കൂടിയാണ്. അതെ. അദ്ദേഹവും പിന്നെ രാജ്ദീപ് സർദേശായി വെറും സർദേശായി അല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാഗരിക ഘോഷ്, അവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MP യും പ്രശസ്ത പത്രപ്രവർത്തകയും ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ മഹതിയുമാണ്. അപ്പോൾ സർദേശായിയും പ്രണയ് റോയും ഇപ്പോൾ യോഗേന്ദ്ര യാദവും ഒക്കെ പറഞ്ഞത് വലിയ മുൻതൂക്കം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തും അതിനു മുമ്പും ഒക്കെ തന്നെ ബീഹാറിൽ NDAക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരത്ഭുതവുമില്ല, ഒരത്ഭുതത്തിന് അവകാശമില്ല. അതിൻ്റെ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില മതേതര പുരോഗമന ബുദ്ധിജീവികൾ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതൊന്നുമല്ല. ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയതോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതോ അല്ല. യഥാർത്ഥത്തിൽ എന്താണ് ബീഹാറിൽ സംഭവിച്ചത്? ബീഹാറിൽ NDAക്ക് അനുകൂലമായ പല ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, ഈ നിതീഷ് കുമാർ 20 കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അദ്ദേഹം ബീഹാറിലെ ഒരു VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ഒരു നവീൻ പട്നായിക്കിൻ്റെയൊക്കെ നിലയിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ജനങ്ങൾ സുശാസൻ ബാബു എന്നാണ് വിളിക്കുന്നത്. അതെ. സുശാസൻ എന്ന് വെച്ചാൽ നല്ല ഭരണം നടത്തുന്ന ആൾ, സുശാസൻ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇരട്ടപ്പേരാണ്. വിപ്ലവ നായകൻ എന്നൊക്കെ പറയുന്നത്, പുരട് ചിക്കലൈഞ്ചർ എന്നൊക്കെ പറയില്ലേ? അതെ. അതുപോലെ ഒരു ഇത് അദ്ദേഹത്തിന് കൊടുത്തിട്ട്, അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് പരിശോധിക്കണം. കോൺഗ്രസിൻ്റെ കാലത്ത് ഭയങ്കര അരാജകത്വമായിരുന്നു. 80 തൊട്ട് 89 വരെ അരാജകത്വം കൊടികുത്തി വാണ ഒരു സംസ്ഥാനമാണ് ബീഹാർ. കോൺഗ്രസ് മാറി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലാലു പ്രസാദും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി നമ്മുടെ ഗ്രാമ്യ ഭാഷ പറഞ്ഞ ക്ഷയം മാറി കുഷ്ഠമായി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചൊല്ല. സത്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു സ്വാരസ്യം മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണത്തെക്കാളും വളരെ വളരെ മോശമായിരുന്നു 15 കൊല്ലം നീണ്ട ഇവരുടെ ഭരണം. ജംഗിൾ രാജ് എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല.
എന്ന് മാത്രമല്ല യാദവന്മാർക്ക് ഒരു നിയമവും യാദവന്മാരല്ലാത്തവർക്ക് വേറെ നിയമമായിരുന്നു. പട്ടിക സമുദായത്തിൽപ്പെട്ട ഒരാളൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇൻസ്പെക്ടർ അവൻ്റെ പരാതി കീറിക്കളഞ്ഞ് കൂമ്പിനിട്ട് ഇടിക്കുമായിരുന്നു. ആ ദുസ്ഥിതി മാറിയത് ഈ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ശേഷമാണ്. മറ്റ് സമുദായക്കാർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം എന്ന അവസ്ഥ ഉണ്ടായത്. ഞാൻ പറഞ്ഞു ഇപ്പോഴും ബീഹാർ വളരെ വളരെ പ്രാകൃതമായ അവസ്ഥയിലാണ്. ആ തിരുവിതാംകൂർ സംസ്ഥാനത്ത് ധർമ്മരാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന പരിഷ്കാരം പോലും ഇപ്പോഴും ബീഹാറിൽ പല സ്ഥലത്തും ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പാറ്റ്നയിൽ ചെന്ന പാറ്റ്നയിൽ ചിലപ്പോൾ കുറച്ചുണ്ടാവില്ല, അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ വടക്കോട്ടോ കിഴക്കോട്ടോ യാത്ര ചെയ്താൽ മനസ്സിലാവും ബീഹാർ എത്ര അപരിഷ്കൃതമാണ്, എത്ര പ്രാകൃതമാണെന്നത്. പക്ഷേ അവിടെയും താരതമ്യേന ഭേദമാണ് നിതീഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. രണ്ടാമത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് കുറേ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കി. ഈ പിണറായി വിജയൻ കിറ്റ് കൊടുത്ത പോലെ അതിൻ്റെ ഒരു ഏറ്റവും അവസാനം ഈ പോകുന്ന പോക്കിന് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളി ഒരു 10,000 രൂപ വെച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിലിട്ടു. അപ്പോൾ ഈ 10,000 രൂപ കിട്ടിയ സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും വന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്ന പുള്ളിക്കാരുത്. പുരുഷന്മാരുടെ അക്കൗണ്ടിലിട്ടെങ്കിൽ ആ കാശ് ലിക്കർ ഷാപ്പിൽ പോയത്, സ്ത്രീകളുടെ അക്കൗണ്ടിൽ ഇട്ടതുകൊണ്ട് അത് റേഷൻ കടയിൽ പോകും. ഇതാണ് വ്യത്യാസം. അതിൽ സ്ത്രീകളുടെ അക്കൗണ്ടിൽ പൈസ എടുത്ത്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അതെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. നിതീഷിന് വലിയൊരു അഡ്വാൻറ്റേജ് ഇതാണ്. രണ്ടാമത് ഡബിൾ എഞ്ചിൻ സർക്കാർ. മൂന്നാമത് അതെന്താ വെച്ചാൽ മോഡിയും അതുപോലെ തന്നെ നിതീഷും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, റൊണാൾഡോ റിവാൾഡോ മാരകമായ കോമ്പിനേഷനാണ്. അപ്പോൾ അവരുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ്, പ്രഹരശേഷി വളരെ കൂടുതലാണ്. പിന്നെ മറ്റെല്ലാ പാർട്ടികളെ അപേക്ഷിച്ച് BJPയുടെ പണം ധാരണമുണ്ട്. പണം ഒരു ഘടകമല്ലേ. രാഷ്ട്രീയ ജനതാദളോ കോൺഗ്രസ്സൊക്കെ എത്ര പിഴിഞ്ഞാലും കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇവരുടെ കയ്യിലുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന കൊല്ലം ഇന്ന മാസം ഇത്രാം തീയതി ഉണ്ടെന്ന് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് കണക്കാക്കി എല്ലാ വിധത്തിലും ആസൂത്രണവും കരുതലും നടത്തിയിരുന്നു. സ്ഥാനാർത്ഥികൾ ഇന്ന ആൾക്കാരായിരിക്കും എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഈ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണ്ണയവും വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നടത്താൻ പറ്റി. അവിടെ ചെറിയ പൊട്ടലും ചീറലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ താരതമ്യേന മിനിമത്തിലാണ് പോയത്. നേരെ മറിച്ച് മറ്റവർക്ക് അങ്ങനെയല്ല. അവസാന നിമിഷം പോലും സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചില്ല. നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അന്നല്ല, നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ അന്ന് വൈകുന്നേരം പോലും മുന്നണിക്ക് ഒരു സീറ്റിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പല സ്ഥലത്ത് സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു. അതിലുപരി ഈ RJDക്ക് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ ഈ യാദവന്മാരും മുസ്ലിങ്ങളുമാണ്. ആ കോമ്പിനേഷനിൽ എൻ്റെ വോട്ട് അവർക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ യാതൊരു വോട്ട് ബേസും ഇല്ല. കോൺഗ്രസിൻ്റെ വോട്ട് ബേസൊക്കെ പണ്ടേ ലിക്വിഡേറ്റ് ചെയ്ത് പോയി. വോട്ട് ബാങ്ക് പണ്ടേ പൂട്ടിപ്പോയി. പാലാ സെൻട്രൽ ബാങ്ക് പോലെ അത് പണ്ടേ പൂട്ടിപ്പോയി. 5 പൈസയും ആ അക്കൗണ്ടിൽ ഇല്ല. രാഹുൽ ഗാന്ധി വോട്ടറുടെ അധികാരം യാത്ര നടത്തിയിട്ട് കാര്യമില്ല. വോട്ടർമാരുണ്ടെങ്കിൽ അധികാരവും യാത്ര നടത്തിയിട്ട് ഫലമുള്ളൂ. അതാണ് പറ്റിയത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടി അപ്രസക്തമായി, ഉപ്പുവച്ച കാലം പോലെ. അതാണ് അവർ ഇത്ര ദയനീയമായ പരാജയത്തിലേക്ക് പോയത്. CPI ML ലിബറേഷനുള്ളത്ര വോട്ട് പോലും കോൺഗ്രസിന് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന സീറ്റ് എന്ന് വെച്ചാൽ അത് കടലിൽ കായം കലക്കിയ പോലും ആ സീറ്റ് പോയി. അതൊരു ഘടകമാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ തെരഞ്ഞെടുപ്പിലാക്കി ഇപ്പോഴല്ല, എത്ര കാലം മുമ്പ് പ്രവർത്തനം തുടങ്ങി. ബീഹാറിൽ മുൻ മുഖ്യമന്ത്രിയും ഈ പിന്നോക്ക സമുദായക്കാരുടെ കാണപ്പെട്ട മിശിഹയുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് ഇക്കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലം ഭാരതരത്നം കൊടുത്ത ലിയോ ഓർക്കുന്നുണ്ടോ? അതെ. ആ ഭാരതരത്നം എന്തിനോടെ കൊടുത്തതെന്ന് മനസ്സിലായോ? അത് വ്യക്തമായ രാഷ്ട്രീയ അജണ്ട വെച്ച് കൊടുത്തതാണ്. വെറുതെ ഒരു ഭാരതരത്നമല്ലേ ഇരിക്കട്ടെ, കർപ്പൂരി ഠാക്കൂറിൻ്റെ ആ കുടുംബത്തിന് കൊടുത്തളയെന്ന് ധരിച്ചു കൊടുത്തതല്ല. കർപ്പൂരി ഠാക്കൂറിനെ ആദരിക്കുന്ന വഴി ബീഹാറിലെ അധസ്ഥിതരായ ഏറ്റവും പിന്നാക്ക സമുദായക്കാരെ ആദരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഒരു ഭാരതരത്നം അല്ലെങ്കിൽ പത്മവിഭൂഷൺ കൊടുക്കാൻ പറ്റുമോ ഈ വരുന്ന ജനുവരി 26-ന്? അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ തന്ത്രപരമാണ്. ഇതൊക്കെ ചെയ്യാൻ കഴിവ് കെൽപ്പുള്ള ആൾക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. BJPക്കാരെന്ന് വെച്ചാൽ കാല് കണ്ട മക്കളാണ്. നരേന്ദ്രമോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും അവരുടെ പുറകിലുള്ള വളരെ ബുദ്ധിമാന്മാരായ ആൾക്കാരാണെങ്കിലും. അപ്പോൾ ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അതിൽ ഭാരതരത്നം മുതൽക്ക് 10,000 രൂപ പെൻഷൻ വരെ ഉണ്ടായിരുന്നു. ഇനി ഈ രാജ്ദീപ് സർദേശായി പറയാത്ത, അല്ലെങ്കിൽ പ്രണയ് റോയി അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. രഹസ്യമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു ദേശീയ വികാരം, തീവ്ര ദേശീയ വികാരം അല്ലെങ്കിൽ ഹിന്ദുത്വ വികാരം, അത് രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. അത് വലിയൊരു പരിധി വരെ ബീഹാറിലടക്കം പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്ര വലിയ ഈ ഏറ്റവും അവസാനം ഉണ്ടായ ഡൽഹിയിലെ ബ്ലാസ്റ്റ് ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിനൊക്കെ മുമ്പ് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും റിസൾട്ട് തമ്മിലൊരു വ്യത്യാസമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഫസ്റ്റ് ഫേസ് വോട്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഈ ഡൽഹിയിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത്. ബോംബ് ബ്ലാസ്റ്റ് അല്ല, പക്ഷേ മറ്റേ സാധനമുണ്ട്, അത് നേരത്തെ ഉണ്ട്.
അത് ബീഹാറിലെ 243 മണ്ഡലത്തിനും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ്. ആ സാധനം നേരത്തെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘടകം അവിടെ ഉണ്ട്. ഈ തീവ്ര ദേശീയ വികാരമുണ്ട്, ഹിന്ദുത്വമുണ്ട്, ഒ ബി സിക്കാരുടെ വലിയ ഒരു മുന്നണി. ശരിക്കും മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത് നിതീഷിൻ്റെ മുന്നണിയാണ്. കാരണം യാദവന്മാരും കുർമികളും യാദവന്മാരും മുസ്ലിങ്ങളും ഒഴിച്ച് പിന്നെ ഒരു മല്ല സമുദായമുണ്ട്, ഈ മീൻപിടുത്തക്കാരൻ. അത് ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ഒരു ചരടിൽ ഇടയ്ക്ക് കോർത്തു. അതായത് കായസ്ഥന്മാർ, ഭൂമിഹാർമാർ, രജപുത്രർ, ബ്രാഹ്മണർ, ഇതെല്ലാം ബി ജെ പിയുടെ വോട്ട് ബാങ്കാണ്. പിന്നെ യാദവന്മാർ ഒഴിച്ചുള്ള മറ്റ് ഹിന്ദു ഒ ബി സി, അതാണ് കുർമി, കോയിലി മുതലായ വിഭാഗങ്ങൾ, അവരൊക്കെ നിതീഷിൻ്റെയാണ്. പിന്നെ ജിതൻ റാം മാഞ്ചിയുടെ കൂടെയാണ് മഹാദളിതർ, വെറും ദളിതർ, രാംവിലാസ് പാസ്വാൻ്റെ കൂടെയാണ്. അപ്പോൾ വലിയൊരു കമ്മ്യൂണൽ കോമ്പിനേഷൻ ആക്കിയിട്ട് അതിനെ എങ്ങനെ അതിജീവിക്കാനാണ്? ഇപ്പോൾ കേരളത്തിലെ നല്ലവരായ നായന്മാരും ഇടവരും ക്രിസ്ത്യാനികളും ധീവരനും വിശ്വകർമ്മരും എല്ലാം കൂടി ചേർന്നൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് ആ തെരഞ്ഞെടുപ്പിന് നേരിട്ട് എങ്ങനെ സംഭവിക്കും? നമുക്കറിയാൻ പാടില്ലേ? അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം വരുന്നത് സോഷ്യൽ എഞ്ചിനീയറിങ് അവിടെ നടപ്പായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പം മറ്റവർക്ക് യാതൊരു സാധ്യതയില്ല. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് തോറ്റതിന് രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു വിശേഷമില്ല. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മിനിമമാണ്. ഓക്കെ, വളരെ മിനിമം കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. ഇല്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. പുള്ളിയുടെ പുള്ളി ചെയ്തൊരു വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ സിന്ദൂർ ഓപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുള്ളി നടത്തി. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇത്ര വിമാനം നഷ്ടപ്പെട്ടു, എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞു. എന്നൊന്നും ആ സമയത്ത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് സർവകക്ഷി സംഘത്തെ അയക്കുമ്പോൾ പുള്ളി അതിന് ഇടങ്കോലിട്ടു. ശശി തരൂർ പോകണ്ട, അല്ലെങ്കിൽ നമ്മുടെ സൽമാൻ ഖുർഷീദ് പോകണ്ട എന്നൊക്കെ പുള്ളി പറഞ്ഞു. അതിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ വലിയ ടാക്ടിക്കൽ ബ്ലണ്ടർ തന്നെയാണ്. പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ പോലും ബീഹാറിൽ ജയിക്കുമായിരുന്നില്ല. ബീഹാറിൽ സത്യത്തിൽ കോൺഗ്രസും ആർ ജെ ഡിയും തോൽക്കുകയല്ല ചെയ്ത്. നമ്മൾ അങ്ങനെ പറയുന്നതേ തെറ്റാണ്, മഹാപാപമാണ്. അവിടെ മോഡിയും നിതീഷും ജയിക്കുകയാണ് ചെയ്തത്. അവർ ജയിക്കുന്ന കോമ്പിനേഷനില്ല, അവർ ജയിച്ചു. അതിലിപ്പോൾ എന്താ ഇത്ര വലിയ വാർത്തകളിൽ ഒന്നുമില്ല എൻ്റെ അകത്ത്. സോ സിമ്പിൾ. സാർ വേറൊരു കാര്യം, ബീഹാറിലെ പോളിംഗിന് തൊട്ട് മുൻ ദിവസമാണ് രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിച്ചത്. ഹരിയാന ബോംബ് അല്ലെങ്കിൽ എച്ച് ബോംബ് എന്നുള്ള രീതിയിൽ പൊട്ടിച്ചു. അവിടെ വോട്ട് ചോരി നടന്നു, സംസ്ഥാനത്തെ ആകെ കൊള്ളയടിച്ചു എന്നുള്ള ഒരു വലിയ പ്രചാരണമാണ് അതിലൂടെ ഉണ്ടായത്. അപ്പോൾ ഈ നിരീക്ഷകരൊക്കെ അന്നും പറഞ്ഞു, ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇതിലൂടെ സ്കോർ ചെയ്യുമോ, മോദിക്ക് അടിപതറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് ആ ഒരു സാഹചര്യത്തെ പോലും അപ്രസക്തമാക്കുന്ന ഒരു റിസൾട്ടാണല്ലോ അല്ലേ? അത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞിട്ട് ഈ ബീഹാറിൽ തന്നെ, ബീഹാറിലെ റിസൾട്ട് ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്തായിരുന്നു? പാർലമെൻ്ററി റിസൾട്ട് ഇത് തന്നെയായിരുന്നു. രാഷ്ട്രീയ ജനതാദളിൻ്റെ വിരലുണ്ടാവുന്ന സീറ്റേ ബീഹാറിൽ കിട്ടിയുള്ളൂ. അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ നിന്ന് 40 MP-മാരുണ്ട് പാർലമെൻറ്റിലേക്ക്. അതിൽ വിരലിലുണ്ടാവുന്ന സീറ്റേ അവർക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ബീഹാറിന് വേണ്ടി ഒരു സാമ്പത്തിക പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തല്ലോ. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുക്കുക മാത്രമല്ല ചെയ്ത്, ബീഹാറിന് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്തു. അതൊക്കെ നിതീഷിൻ്റെ ക്രെഡിറ്റിലേ വരിക. നിതീഷ് കുമാർ ഒരു ചെറിയ നേതാവൊന്നുമല്ല, നമ്മളത് മനസ്സിലാക്കണം. അപ്പം ഈ കള പറഞ്ഞിട്ട് വേണ്ടി കളിക്കാനിട്ട് ഈ 8ാം ക്ലാസ്സിൽ 8 തവണ തോറ്റ് പഠിത്തം നിർത്തിയ ആളാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ആര്? നമ്മുടെ തേജസ്വി യാദവ്. 9ാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം നിർത്തിയവനാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ആൾ. അയാളുടെ പേര് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ പാർട്ടിയെ മുന്നണി നയിക്കുന്നത്. എന്നിട്ട് ഇത് എങ്ങനെ ജയിക്കാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകനാണ്, അല്ലാണ്ട് പഠിക്കാൻ മാർഗമില്ലാതെ പശുവിനെ മേയ്ക്കാൻ പോയ ആളല്ല. ബീഹാർ മുഖ്യമന്ത്രിയുടെ മകൻ, അച്ഛനും അമ്മയും മുഖ്യമന്ത്രിമാരായിരുന്നു. എന്നിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന ആൾ 8ാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ചവരെന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ വോട്ട് ചെയ്യുമോ? ലീവ് ആണെങ്കിൽ വോട്ട് ചെയ്യുമോ? ഞാനാണെങ്കിൽ ചെയ്യില്ല. എനിക്ക് അതിന് മാത്രമുള്ള ഹൃദയ വിശാലതയൊന്നുമില്ല. പണ്ട് കാലത്ത് അച്യുതാനന്ദനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പഠനം വല്ല സമർത്ഥിപ്പെട്ടിട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന നേതാക്കന്മാർക്കുണ്ട് ഇല്ലേ? വിപ്ലവത്തിന് പോയവരുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് പോയവരുണ്ട്. അവർ നമുക്ക് മനസ്സിലാക്കി. ഇതങ്ങനെയല്ലല്ലോ. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് 8ാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യും? വോട്ട് ചെയ്യില്ല. അപ്പം ഇങ്ങനെയുള്ള ആളിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ജനങ്ങൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് അത് ഒരർത്ഥമില്ല. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. യാതൊരു അത്ഭുതവുമില്ല, യാതൊരു അതിശയത്തിനും അവകാശമില്ല. അല്ലാണ്ട് വോട്ട് ചോരി എന്നൊക്കെ പറയും, ഇനിയും പറയാം. ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയിട്ടാണ് BJP ജയിച്ചതെന്ന് പറയാം, അല്ലെങ്കിൽ ജ്ഞാനേഷ് കുമാറിൻ്റെ കുതന്ത്രമാണെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് ഇപ്പോഴും ആവർത്തിക്കുന്നു, ജ്ഞാനേഷ് കുമാർ അതിബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നവംബർ 14-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ വെച്ചത്. എന്തിനാണെന്നറിയാമോ? നവംബർ 14-ാം തീയതി കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കും ഒരു ക്രഷിംഗ് ഡിഫീറ്റ്, വെറും ഡിഫീറ്റ് അല്ല,
Yes. ഒരു ഭയാനകമായ പരാജയം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പോലെ അതിഭയാനകമായ ഒരു പരാജയം ഏൽക്കുക എന്ന് പറഞ്ഞാൽ നവംബർ 14 പ്രത്യേകത അറിയാലോ, ജവഹർലാൽ അതെ. നെഹ്റുവിൻ്റെ ജയന്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ്റെ ജന്മദിനത്തിൽ പുള്ളിക്ക് നല്ല ഒന്നാം തരം ഒരു സമ്മാനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനേഷ് കുമാറിന് അറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. Yes. അത് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്ന ആർക്കും അറിയാം ബീഹാറിൽ എന്തുണ്ടാവും പോകുന്നത്. അതുകൊണ്ടുള്ള സർദേശായി പ്രവഹിച്ചത്, അതുകൊണ്ടുള്ള പ്രണയ് റോയി പ്രവഹിച്ചത്, അതുകൊണ്ടുള്ള യോഗേന്ദ്ര യാദവ് പ്രവഹിച്ചത്. അതിന് ഒരു അഭിപ്രായ സർവേ നടത്തണ്ട, അത് അറിഞ്ഞുകൊണ്ട് കറക്റ്റ് പണി കൊടുക്കാന്ന് പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് പുള്ളി കൊടുത്തു. ജ്ഞാനേഷ് കുമാർ ചെറിയ പുള്ളിയല്ല, പുള്ളിയുടെ എറണാകുളത്ത് പണ്ട് കളക്ടറായിരുന്ന കാലത്ത് എനിക്കറിയാം. ഞാൻ ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പിള്ളേരായിരിക്കും. അന്ന് പുള്ളി കളക്ടറായിട്ടില്ല, പിന്നീട് കളക്ടറായി വന്നപ്പോൾ അതിന് മുമ്പ് അറിയാം വളരെ ബുദ്ധിമാനായിട്ടുള്ള വളരെ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊരു പണി കൊടുത്തു. അത്രത്തോളം അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണം, അഭിനന്ദിക്കണം. അത്രേ ഉള്ളൂ. സർ, ഇനിയിപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തെ ഈ റിസൾട്ട് എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവരുടെ മുന്നണിക്കും അവർ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു വലിയ മുന്നോട്ടുണ്ടാക്കാൻ പറ്റില്ല. 400 സീറ്റൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതുപോലും കിട്ടിയില്ല. എല്ലാം കൂടി ചേർത്ത് 300 താഴേക്ക് എത്തിയുള്ളൂ. BJP പ്രത്യേകിച്ചും അവരുടെ വോട്ട് കുറഞ്ഞു പോയി. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഈ തെലുങ്ക് ദേശത്തിൻ്റെ അതുപോലെ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഒരു പിന്തുണയിലാണ് സർക്കാർ പ്രധാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മുടെ ആൾക്കാർ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തെലുങ്ക് ദേശം നാളെയും ജനതാദൾ യുണൈറ്റഡ് മറ്റന്നാളും പിന്തുണ പിൻവലിക്കും, അല്ലെങ്കിൽ ഇവർ വലിയ വലിയ സ്ഥാനങ്ങൾ ആവശ്യപ്പെടും എന്നൊക്കെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവർ മാറും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ചന്ദ്രബാബു നായിഡു വളരെ സംതൃപ്തനാണ്, ഇദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കക്ഷി സർക്കാരിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബീഹാറിൽ നേരെ മറിച്ച് ഇവർക്ക് പരാജയം ഉണ്ടായിരുന്നെങ്കിൽ നിതീഷ് കുമാർ വളരെ നിരാശനാവും. അദ്ദേഹത്തിൻ്റെ പാർട്ടി മാറി ചിന്തിക്കുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ആ സാധ്യതയൊക്കെ പോയി. അപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടു. മോഡി നിതീഷ് ഭയ്യ ഒന്നും കൂടി ബലപ്പെട്ടു. പിന്നെ രാജ്യസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ പറ്റും. അതെ, മനസ്സിലായി. രാജ്യസഭ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇന്നത്തെ നിലയ്ക്ക് ഒരു മെമ്പറെ പോലും രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഈ സോക്കോൾഡ് പ്രതിപക്ഷം നിൽക്കുന്നത്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഹരമേൽപ്പിച്ചു എന്ന കാര്യത്തിൽ രാഷ്ട്രീയ ജനതാദൾ തോക്കുന്ന പോലെയല്ലോ കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ജനതാദളിനും വലിയൊരു പ്രഹരം ഏൽപ്പിച്ചു എന്ന കാര്യത്തിൽ BJPക്ക് സന്തോഷിക്കും. കോൺഗ്രസ് പിന്നെ ഒരു വലിയ സംസ്ഥാനം, രാജ്യത്തെ 4ാമത്തെ വലിയ സംസ്ഥാനമാണ്. അതായത് UP, മഹാരാഷ്ട്രയും പശ്ചിമ ബംഗാളും കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാറാണ്. ബീഹാർ ഈ ജാർഖണ്ഡ് വേർപിരിയണക്ക് മുമ്പ് 2ാമത്തെയാണ്, ഇപ്പം 4ാമത്തെയാണ്. അതെ. അപ്പോൾ രാജ്യത്തെ 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റിൽ ഭരണം നിലനിർത്തി എന്നുള്ളത് അതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അതുപോലെ ഈ കോൺഗ്രസിന്റെ തോൽവി എന്നുള്ളതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ തുടർ തോൽവികൾ അതും വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് തോന്നുന്നു അല്ലേ? സത്യത്തിൽ ഇന്ന ദിവസം രാഹുൽ ഗാന്ധിയെ നമ്മൾ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ ശാപം കിട്ടും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സത്യത്തിൽ ഈ പരാജയത്തിൽ രാഹുൽ ഗാന്ധി അത്ര വലിയ പങ്ക് വഹിച്ചിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെ ബീഹാറിൽ ഇവർ ജയിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് തേജസ്വി യാദവിൻ്റെ പാർട്ടിയാണ്. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അവർക്ക് കിട്ടുക. ഇതൊരു മൈനർ പാർട്ണറാണ്. ഇപ്പോൾ ജാർഖണ്ഡിൽ പരാജയമുണ്ട്, ആർക്കാ ദോഷം പറ്റുന്നത്? കോൺഗ്രസിനല്ല, ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കാണ്. അതാണ് സംഗതി. പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് പോരായ്മയില്ലെന്നല്ല പറഞ്ഞു. കോൺഗ്രസ്സിൽ ഒരു വക്താവായിട്ട് പ്രവർത്തിക്കുന്ന പപ്പു യാദവാണ്. ഏത് അധോലോക നായകനായിരുന്ന പപ്പു യാദവ് ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. അത് ജയിച്ചതിന് ശേഷം, സ്വതന്ത്രനായി നിന്ന് ജയിച്ചതിന് ശേഷം കോൺഗ്രസിൽ ചേർന്നു. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ 99 100ആയി മാറിയത്. ആ പപ്പു യാദവൊക്കെയാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 8ാം ക്ലാസ്സിൽ തോറ്റവൻ്റെ കാര്യം പറഞ്ഞു വിട്ടാണ് പപ്പു യാദവ്. അത് മാത്രമല്ല, ഈ കിട്ടിയ സീറ്റ് ഇവർക്ക് സീറ്റ് കൊടുക്കാൻ തന്നെ തേജസ്വി യാദവ് വിമുഖനായിരുന്നു. കാരണം കൊടുക്കുന്ന സീറ്റ് തോക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് യാതൊരു പിൻബലവും ഇല്ല. ഇനി ഏതെങ്കിലും ഒരുത്തൻ കയ്യിൽ നിന്ന് കാശിലമാക്കി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ചാൽ ജയിച്ചു, അത്രേ ഉള്ളൂ. കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല, സമുദായ പിന്തുണയില്ല, രാഷ്ട്രീയ പിന്തുണയില്ല, ഒന്നുമില്ല ബീഹാർ. അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കുന്ന സീറ്റ് എന്ന് വെച്ചാൽ പോയ സീറ്റാണ്. അതുകൊണ്ട് ആണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ആ കിട്ടിയ സീറ്റ് തന്നെ പലതും ഇവർ ലേലം വിളിച്ച് വിൽക്കുകയാണ് ചെയ്തത്. ലേലം വിളിച്ച് വിറ്റു. മനസ്സിലായി? കൂടുതൽ കാശ് കൊടുക്കുന്നവർക്ക് സീറ്റ് കൊടുക്കും. എന്നിട്ട് സീറ്റ് കിട്ടാത്തവർ ഈ ഖാദർ കുപ്പായം വലിച്ചു കീറി പ്രതിഷേധിക്കുന്നതൊക്കെ TV യിൽ കണ്ടു. അതുപോലെ നിലത്ത് കിടന്ന് ഉരുളുന്നത് നമ്മൾ കണ്ടു. ശയനപ്രതിഷ്ഠം സീറ്റ് കിട്ടാൻ വേണ്ടി. ഏത് കോൺഗ്രസിൻ്റെ തോക്കാൻ പോകുന്ന സീറ്റാണ്.
ആ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നെഞ്ചത്തിരി നിലവിളി നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തോറ്റു അത്ര തന്നെയുള്ളൂ. അതിന് അത്ര വലിയൊരു പരാജയം എന്ന് പറയാനില്ല. പരാജയം ഭയങ്കരമാണ്, പക്ഷേ ജയിക്കാനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസോ RJDയോ തോൽക്കുകയല്ല ചെയ്തത്, അവിടെ ജനതാദളും BJP ജയിക്കുകയാണ് ചെയ്തത്. അത് പോസിറ്റീവായിട്ടുള്ളൊരു വോട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെ വന്നിരുന്നു. ഇനിയിപ്പോൾ ഈ BJP ഏത് തരത്തിലായിരിക്കും ഈ തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത്, തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം നിഴലിക്കുമോ, അതിനെ എങ്ങനെ അതിജീവിക്കും, ഇനി നിതീഷ് കുമാറും മോദിയും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? പക്ഷേ അതിനെയൊക്കെ തന്നെ അതിജീവിച്ചു. നമ്മൾ നോക്കുമ്പോൾ ഈ പ്രചാരണ വേളയിൽ തന്നെ രാഹുൽ ഗാന്ധിയും തേജസ്വിയും തമ്മിലുള്ള ഒരു തർക്കമാണ് നിഴലിച്ച് കണ്ടതെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ വലിയ രീതിയിൽ കാടുകളൊക്കെ പ്രചാരണം നടത്തിയ രാഹുൽ ഗാന്ധിയെ പിന്നീട് അങ്ങോട്ട് ബീഹാറിലേക്ക് തേജസ്വി അടുപ്പിക്കുന്ന കാണാൻ സാധിച്ചില്ല നമുക്ക്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമോ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നിയിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ആശയക്കുഴപ്പം നല്ലോണം ഉണ്ടായിരുന്നു. മാത്രമല്ല, തേജസ്വി യാദവ് ഈ വോട്ട് ചോരി എന്നുള്ള വിഷയം കാര്യമായിട്ട് ഉയർത്തിയിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ വിഷയം ഉയർത്തുന്നത് വലിയ അപകടമാണ്. നമ്മൾ ജയിക്കാൻ പോകുന്നു എന്ന ട്രെൻഡിലല്ലേ കൊടുക്കണ്ടേ. അതിന് പറയും നമ്മൾ ജയിച്ചാലും നമ്മുടെ വോട്ട് മറ്റോ കട്ടുകൊണ്ട് പോകുന്നു പറഞ്ഞാൽ നമ്മൾ തോക്കാൻ പോകുന്നതല്ലേ. അതൊരു ഭയങ്കര വളരെ മോശപ്പെട്ട രീതിയല്ലേ. നമ്മൾ ജയിക്കാൻ പോകുന്നു, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും എന്ന ഒരു ഇമ്പ്രഷനാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതിന് പകരം ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടും, പക്ഷേ കൂടുതൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തോക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ആൾക്കാർ വോട്ട് ചെയ്യുമോ? അത് കോമൺ സെൻസ് ഉള്ള ആരും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരഭിപ്രായങ്ങൾ വരും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ തമ്മിൽ നല്ല സീറ്റിംഗ് ആയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ, സീറ്റ് വിഭജനം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. പിന്നെ ഈ തേജസ്വി യാദവ് തന്നെ ഒരു അപക്വ യുവാവാണ്. അയാൾക്ക് രാഷ്ട്രീയത്തെ പറ്റി വലിയ വിവരമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ. കാര്യം കുറച്ചാളായിട്ട് MLA ആണ്, ഇടയ്ക്ക് കുറച്ചാൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു വെച്ചാൽ പോലും ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പം പിടിച്ച പരിപാടിയിൽ അഖിലേഷ് യാദവിനെ കുറിച്ച് അവസാനം മുലായം സിംഗ് യാദവ് പറഞ്ഞു, എൻ്റെ മകനെ പോലെ നിർഗുണനായ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കൊരു സത്യസന്ധത മുലായം സിംഗ് കാണിച്ചു. അത് ലാലു പ്രസാദ് കാണിക്കില്ല. പുള്ളിയുടെ വിചാരം പുള്ളിയുടെ മകനെ ലോകത്തെ ഏറ്റവും പിടിക്കണമെന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ബോധ്യം പറയണ്ടേ, അവിടെയല്ലേ പ്രശ്നം. ഈ വേറൊരു വശം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാറിലും തോറ്റിരിക്കുകയാണ്. അവർക്ക് ഇത് ഒരു തിങ്ക് ടാങ്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ആരാണ് ബുദ്ധി ഉപദേശിക്കുന്നത്? കഴിവില്ലാത്തവരാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും അവർ പുനഃപരിശോധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു മാറ്റം അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അല്ല, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം തന്നെയാണ്. ആവർത്തിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. ഈ സോണിയാഗാന്ധിക്ക് ഇന്ത്യ രാജ്യത്തെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ താരതമ്യേന അറിവ് കുറവായിരുന്നു. പക്ഷേ അവർക്ക് ബുദ്ധി ഉപദേശിക്കാനായിട്ട് അഹമ്മദ് പട്ടേലുണ്ട്. പട്ടേൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് പറയുകയും അത് സോണിയാജിയുടെ തീരുമാനമായിട്ട് പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ടാണ് അവർ വലിയ തട്ടുകേട്ടില്ലാതെ കൊണ്ടുപോയത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള അങ്ങനെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഉപദേശക വൃന്ദമില്ല. അതൊരു സത്യമാണ്. അദ്ദേഹത്തിന് അഹമ്മദ് പട്ടേൽ മരിച്ചുപോയി. ദിഗ്വിജയ് സിംഗിനെയും താല്പര്യമില്ല. പിന്നെ ഈ നമ്മുടെ സുർജേവാല എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്, രൺദീപ് സിംഗ് സുർജേവാല. ഈ സുർജേവാലയും അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ KC വേണുഗോപാലും ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നത്. അതിൻ്റെ ഗുണവും ദോഷവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ KPCC പുനഃസംഘടിപ്പിച്ച് നോക്കിയാൽ മതി. കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ KPCC പ്രസിഡൻ്റാക്കി. KPCCക്ക് 58 ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഇനി 100 ചെല്ലാനല്ല 150ഓളം സെക്രട്ടറിമാർ വരാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. CPM ആകെ ഒരു സെക്രട്ടറിയേ ഉള്ളൂ, ഒരേ ഒരു സെക്രട്ടറി. ഇതിപ്പോൾ വേറൊരു കാര്യം സാർ, ഈ കേരളത്തിലും ഇത് വലിയ രീതിയിൽ ചർച്ചയായി. ഈ തെരഞ്ഞെടുപ്പ്, ബീഹാർ തിരഞ്ഞെടുപ്പ് ചർച്ചയായിട്ടുണ്ട്. മറ്റ് മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായി ഇപ്പോൾ ഏത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും കേരളത്തിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. കാരണം ഈ BJPയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് അതിന് കാരണമാകുന്നത്. രണ്ട് മുന്നണികളും, ഇടത് മുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും BJPക്ക് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് പണ്ട് മുതൽ തന്നെ. ഈ വിജയം, അതായത് ബീഹാർ വിജയം, ബീഹാർ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്ന് വിലയിരുത്തപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നേടിയ ഈ ഒരു ക്രഷിംഗ് വിജയം, അല്ലെങ്കിൽ ഈ ഒരു ഉജ്ജ്വലമായ വിജയം ഇവിടുത്തെ BJP ഘടകത്തിന് വലിയ രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒന്നായിരിക്കില്ലേ? അല്ല, ബീഹാർ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എങ്ങനെ പ്രസക്തമായെന്ന് വെച്ചാൽ, നേരത്തെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അതല്ലെങ്കിൽ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇവിടെ വലിയ ചർച്ചാ വിഷയമായില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷേ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് വോട്ട് ചോരി ആരോപണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്നതുകൊണ്ടും CPM CPI അടക്കം കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടൊക്കെയാണ് ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയത്. അത് കൂടുതൽ ചർച്ചാ വിഷയമായപ്പോൾ ഇവർ ജയിക്കുകയായിരുന്നെങ്കിൽ വലിയൊരു മൊറൽ ബൂസ്റ്റർ ആയേനെ കോൺഗ്രസ്. പക്ഷേ സംഭവിച്ചത് മറിച്ചായതുകൊണ്ട്
അതനുസരിച്ചുള്ള ഒരു വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടായി. ബി ജെ പിക്ക് നേട്ടം എന്നതിനേക്കാളും കോൺഗ്രസിന് കോട്ടമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പാണല്ലോ, സണ്ണി ജോസഫ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ആ, നേതാക്കന്മാരാണ് ഇവിടെ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ മാത്രമല്ല ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം, ഈ KPCC പുനഃസംഘടനയാണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ അവ്യവസ്ഥിതി കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയി. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഇത്തരം വരെ സതീശൻ വളരെ വൃത്തിക്ക് കൊണ്ടുപോയി. സതീശൻ മനോഹരമായിട്ട് കൊണ്ടുപോയി. മറ്റ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടി. സുധാകരൻ മാറി സണ്ണി ജോസഫ് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ ഡബിൾ എഞ്ചിനായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ സംഭവിച്ചതല്ല, ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അതിൻ്റെ പുറത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുന്നത്. ആ മാങ്കൂട്ടത്തിനെ ഇവർ കൈകാര്യം ചെയ്യുന്നതിന് വിജയിച്ചുവെങ്കിലും ആ കൃത്യസമയത്ത് ഈ ഷാഫി പറമ്പലിന് രാഹുൽ മാങ്കൂട്ടത്തിന് KC വേണുഗോപാൽ വലിയ പിന്തുണ കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു കുതിച്ചു കയറ്റം, ഒരു മുന്നേറ്റം തടയപ്പെട്ടു. ഇതാണ് പറ്റിയത്. അത് വലിയൊരു വിഷയമായിട്ട് മാറി. അത് ഇപ്പോൾ ഷാഫിയും KC വേണുഗോപാലും ചേർന്ന ഒരു 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 ദൂഷിത കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഈ KPCC മുന്നോട്ട് കൊണ്ടു. അപ്പോൾ അതൊരു സ്റ്റംബിളിംഗ് ബ്ലോക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിന് പുറത്താണ് ഈ മാതിരി ആശയക്കുഴപ്പം. ഇപ്പോൾ ബീഹാറിൻ്റെ തിരിച്ചടി എന്ന് വെച്ചാൽ കോൺഗ്രസിന് വലിയൊരു മൊറയിൽ നഷ്ടപ്പെടുത്തിയ സംഭവമാണ്. രാഹുൽ ഗാന്ധി ഇത്രയും പാടൊക്കെ പെട്ടിട്ടും വോട്ടർ അധികാര യാത്ര നടത്തിയിട്ടും അത് കഴിഞ്ഞ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിട്ടും ഉണ്ടായിരുന്ന സീറ്റ് പോകുകയല്ലാതെ ഒരു സീറ്റ് കൂടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലൊരു നൈരാശ്യം ഉണ്ടാക്കുമല്ലോ. അത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാക്കും. കേരളത്തെ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതുകൊണ്ട് കൂടുതലായിട്ടുണ്ടാവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. പിന്നെ വേറൊരു ഘടകമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തീവ്ര ഹിന്ദു വികാരം അഥവാ തീവ്ര ദേശീയ വികാരം ഉണ്ടല്ലോ, അത് കോൺഗ്രസിനും അത് ഇവിടെ കേരളത്തിലും ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് വേറൊരു തരത്തിൽ കൂടി ബാധിക്കും. കാരണം കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്നിട്ടാണ് ഇവിടെ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഗോവിന്ദൻ മാഷാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ആഞ്ഞടിച്ച് പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി വരാൻ പോകുന്നു, കേരളത്തിൽ ഭൂരിപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല 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 എന്നുള്ളതാണ്. ഓക്കെ, ആ ഇതിനുള്ള ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ബീഹാറിൽ കിട്ടിയിട്ടുള്ളത്. അവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വോട്ടർ അധികാര യാത്ര നടത്തിയതും ഈ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഗതികൾ കൊടുത്തു. അതൊക്കെ ഇവിടെ പ്രത്യക്ഷത്തിൽ ദോഷം ഉണ്ടാക്കുമല്ലോ. അത് ദോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് നിൽക്കണം. BJPയിൽ നിന്നല്ല കോൺഗ്രസ് വെല്ലുവിളി നേരിടുന്നത്. BJP ഒരു മൈനർ പ്ലെയറാണ് കേരളത്തിൽ. BJPക്ക് വലിയ സിഗ്നിഫിക്കൻസ്, വലിയ റെലവൻസ് ഒന്നുമില്ല. BJPക്ക് വോട്ട് കിട്ടില്ല എന്നല്ല പറഞ്ഞാൽ അവർ നല്ല കുറച്ച് മെച്ചപ്പെടുത്തും. പക്ഷെ അതിലുപരി ഈ BJP ചിന്താഗതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. BJPയുടെ വോട്ടല്ല, BJP പാർട്ടിയല്ല, ഹിന്ദുത്വ ചിന്താഗതി. ആ ചിന്താഗതി ഇവിടെ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും വ്യാപകമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ LDF ആയിരിക്കും, BJP അല്ല. BJPക്ക് അതിൽ ചെറിയൊരു ഭാഗമേ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ മേജർ ചങ്ക് കിട്ടാൻ പോകുന്നത് ഈ ചിന്താഗതി LDFിൻ്റെ ആയിരിക്കും ഗുണം ചെയ്യുക. LDFിൻ്റെ ഒരു കോർ വോട്ട് ബേസ് പോവുകയില്ല, അത് അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഈ അതിനോട് തന്നെ ബന്ധപ്പെടുത്തി ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അറസ്റ്റുകളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിനെ അത്രയേറെ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നൊരു സംശയമുണ്ട് സർ. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. ശബരിമല ചെറിയ വിഷയമല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണല്ലോ. അതെ അതെ, ശബരിമല പ്രധാന വിഷയം തന്നെയാണ്. പക്ഷേ അതിനെ വലിയൊരു അളവ് വരെ പിണറായി സഖാവ് ന്യൂട്രലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വെച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് അതിലുള്ളൊരു വിശ്വാസം ഒരു പരിധി വരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ കള്ളന്മാരോട് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങനെ ഒരു വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ അവരവിടെ നടത്തി. ആരാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും പിണറായി വിജയന് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾ ചില്ലറക്കാരൊന്നുമല്ല, അത് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ പുള്ളിയോട് പല കാര്യത്തിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു, അല്ല കറക്റ്റായിട്ടുള്ള ഒരു മൂവായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ഈ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിപ്പോഴും ഉണ്ട്. ഭരണവിരുദ്ധ വികാരം BJPക്കാരുടെ ഇടയിലോ കോൺഗ്രസ്സുകാരുടെ ഇടയിലോ മാത്രമല്ല, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അതിൽ ആ ഒരു സംശയമില്ല. പക്ഷേ അതൊരു വലിയ പരിധി വരെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യും? ഈ ഭരണവിരുദ്ധ വികാരം പണ്ടെങ്ങനെ വെച്ചാൽ LDFിൻ്റെ വിരുദ്ധ വികാരം UDFിൻ്റെ വിരുദ്ധ വികാരം LDFിന് പറഞ്ഞു. ഇപ്പം അത് മാറി. ഇപ്പോൾ ഈ വിരുദ്ധ വികാരത്തിൻ്റെ ഒരു പങ്ക് എങ്ങോട്ട് പോകും? അത് BJPയിലേക്ക് പോകും. BJPക്ക് അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസിന് വലിയ കോട്ടം ഉണ്ടാവും. എങ്കിലും ഈ പ്രശ്നം BJPയുടെ വോട്ട് ഷെയർ ഒരു 20 നിന്ന് 25 വരാൻ സാധ്യതയുണ്ടോ? BJPയുടെ വോട്ട് ഷെയർ 20% എത്താൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം കുറച്ച് വാർഡുകൾ, ഡിവിഷനുകൾ, ചില പഞ്ചായത്തുകൾ, 1-2 മുനിസിപ്പാലിറ്റികൾ, ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലയെന്നല്ല പറഞ്ഞത്. നമ്മൾ BJP അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. BJPയുടെ വോട്ട് കൂടും, BJPയുടെ വാർഡുകൾ കൂടും,
അവർ ഭരിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. പക്ഷെ അതൊന്നും കൊണ്ട് കേരളത്തിൽ വലിയൊരു കോളിളക്കം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല. പക്ഷേ ബി ജെ പി പിടിക്കുന്ന വോട്ട് എവിടെ നിന്ന് പിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് എൽ ഡി എഫിൽ നിന്ന് എത്ര പിടിക്കും, യു ഡി എഫിൽ നിന്ന് എത്ര പിടിക്കും. എൽ ഡി എഫിൽ നിന്ന് പിടിക്കുന്നേക്കാൾ എത്ര കൂടുതൽ യു ഡി എഫിൽ നിന്ന് പിടിക്കും. അത് യു ഡി എഫിൻ്റെ വിജയ സാധ്യത എന്തുമാത്രം ബാധിക്കും, ഇതാണ് പ്രശ്നം. അതെ അതെ അതെ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ഇടയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോയി. ജോസഫ് ഗ്രൂപ്പാണെങ്കിൽ വളരെ നിർജ്ജീവമാണ്. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വിശ്വാസ്യതയുള്ള നേതാവ് ഇപ്പോൾ യു ഡി എഫിലോ കോൺഗ്രസ്സിലോ ഇല്ല, കേരള കോൺഗ്രസ്സിൽ പോലും ഇല്ല. അതൊരു ഘടകമാണ്. പിന്നെ ഈ മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ, പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം, ഇങ്ങനെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ബി ജെ പി വോട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ ബി ജെ പി വോട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അവർ കോൺഗ്രസിനോട് പഴയ പോലെ ലോയൽറ്റി കാണിച്ചുകൊള്ളുന്നില്ല. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടാൽ മതി, വോട്ട് ചെയ്യാതിരുന്നാൽ പോലും മതി. തിരിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി, അതായത് ബീഹാറിലേക്ക് ഒന്ന് പോയി വരാം നമുക്ക്. അതായത് ബീഹാറിൽ ഇപ്പോൾ വളരെ ഒരു വലിയ വിജയം ബി ജെ പി, ജെ ഡി യു, എൽ ജെ പി എന്നീ പാർട്ടികൾ ചേർന്ന് നേടിയിരിക്കുകയാണ്. എൻ ഡി എ സഖ്യം നേടിയിരിക്കുകയാണ്. വലിയ ഒറ്റകക്ഷി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ബി ജെ പി തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുണ്ട്. 96 അല്ലെങ്കിൽ 95 സീറ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുകയാണ്. അവർക്ക് 90+ ഉണ്ട് അവർക്ക്. ഇനി ഈ വലിയേട്ടൻ കളി ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ രസതന്ത്രം മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ചിന്തിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളൊരു ചിന്തയും മറുവശത്തുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഈ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ പ്രധാനമാണ്. അദ്ദേഹത്തെ ടോപ്പിൾ ചെയ്യാൻ അവർ ഒരിക്കലും തയ്യാറാകുകയില്ല, കൂട്ടാക്കുകയില്ല. അതുകൊണ്ട് നിതീഷ് കുമാറിന് അദ്ദേഹത്തിന് ആരോഗ്യമുള്ളിടത്തോളം കാലം, അദ്ദേഹത്തിന് ബുദ്ധി, ഓർമ്മശക്തി ഉള്ളിടത്തോളം കാലം നിലനിർത്താൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രാബല്യം മാത്രമല്ല, നിതീഷ് കുമാർ എന്നൊരു വ്യക്തി വളരെ പ്രധാനമാണ് ബീഹാറിൽ. ആ സെക്കൻഡ് ലാലു പ്രസാദ്. ലാലു പ്രസാദിനെ പോലെ കളങ്കിതനായ ഒരു വ്യക്തി മറുഭാഗത്തുള്ളപ്പോൾ നിതീഷ് കുമാറിനെ പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ പരിശുദ്ധിയുള്ള ഒരാൾ ആവശ്യമുണ്ട്. ആ വ്യക്തി വളരെ പ്രധാനമാണ് അവരെ സംബന്ധിച്ചോളം. അപ്പോൾ മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണക്കുന്ന സമുദായങ്ങളുടെ ഒരു ശ്രേണി കൂടി പ്രധാനമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാദവരല്ലാത്ത പിന്നാക്ക സമുദായക്കാരുടെ ഒരു നേതാവാണ് അദ്ദേഹം. ഒരു കർപ്പൂരി ഠാക്കൂർ എന്ന് പറഞ്ഞ പോലെ അടുത്തൊരു ഠാക്കൂറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിതീഷ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ഭാരതരത്നം കൊടുക്കാൻ പഠിക്കില്ല. ചിലപ്പോൾ ഈ വരുന്ന ജനുവരിയിൽ അല്ലെങ്കിൽ അടുത്ത ജനുവരിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നിതീഷ് കുമാറിന് ഭാരതരത്നം കൊടുക്കാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, സ്വാഭാവികമായിട്ടും കൊടുക്കാൻ പാടില്ലായൊന്നുമില്ല. ഭാരതരത്നമൊക്കെ കൊടുക്കാവുന്ന ഒരാളാണ് നിതീഷ്, അതിൽ സംശയമൊന്നുമില്ല. അതെ, അങ്ങ് തന്നെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്. ഈ ചർച്ചയിലും അങ്ങ് പറഞ്ഞിരുന്നു, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ ഒരു ക്രഷിംഗ് ഡിഫീറ്റ് കോൺഗ്രസിന് കൊടുക്കുക എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന്. എങ്കിലും ഞാൻ ഇടയ്ക്ക് ചോദിച്ചതാണെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒന്നിൽ നിന്നും മറ്റൊരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു ടീമാണെങ്കിലും ഒരു അഴിച്ചുപണി നമുക്ക് പ്രതീക്ഷിച്ചൂടെ? ഇതിൽ പക്ഷേ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതയും കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പ്രഭാവം കുറയുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്ത അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാധ്യത അതിനെക്കുറിച്ച് തോന്നുന്നുണ്ടോ? ഈ ഉള്ള ആൾക്കാരിൽ നിന്നല്ലേ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റൂ. അതൊരു വിഷയമല്ലേ. ഇപ്പോൾ വേറെ പാർട്ടിയിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് നന്നാക്കാൻ പറ്റുമല്ലോ. പിന്നെ കോൺഗ്രസ്സിൽ ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് പരിഗണന കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശശി തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും തരൂരിനെ തൊടിയിക്കില്ല എന്ന വാശിയിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ കെ മുരളീധരൻ നല്ല ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളതിലേക്ക് കൊള്ളാവുന്ന ഒരു നേതാവ്, ജനങ്ങളുടെ പിന്തുണയുള്ള, അത് കരുണാകരനോടുള്ള റിഫ്ലക്റ്റഡ് പിന്തുണയാണ്. പക്ഷേ കെ മുരളീധരൻ ഒരു പരിധിക്കപ്പുറം ഇവർ അടുപ്പിക്കില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അതായത് കഴിവുള്ളവരെ ഇവർ ഭയപ്പെടുകയാണെന്ന് തോന്നുന്നു അല്ലേ സാർ? കഴിവുള്ളവരെ അവർ പരമാവധി അകറ്റി നിർത്തും. ഇപ്പോൾ YS രാജശേഖർ റെഡ്ഡി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ YS മറ്റേ ഇയാളുണ്ടല്ലോ ജഗൻമോഹൻ റെഡ്ഡി എന്തുകൊണ്ടാണ് എടുക്കാഞ്ഞ്? ജഗൻമോഹൻ റെഡ്ഡിക്ക് ജനപിന്തുണയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ഉയർന്നു വന്നാൽ അത് ഗുണകരമല്ല എന്ന് തോന്നി. അതുപോലെ പഞ്ചാബിൽ നോക്കിയാൽ അമരീന്ദർ സിംഗ് ചെറിയ ആളായിരുന്നല്ലോ, അദ്ദേഹത്തെ മാറ്റിയിട്ട് യാതൊരു ജനപിന്തുണയില്ലാത്ത ചരൺജിത് സിംഗ് ചന്നിയെ കൂട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള റീപ്ലേസ്മെൻറ്റുകളാണ്. മമ്മൂട്ടി അഭിനയിക്കേണ്ട റോളിൽ മമ്മൂട്ടി അഭിനയിക്കട്ടെ. അതെ അതെ, മമ്മൂട്ടിയുടെ റോളിൽ മാമുക്കോയ അഭിനയിച്ച് അങ്ങനെ ഇരിക്കും. എന്തായാലും വളരെ വളരെ വലിയൊരു ഫൈറ്റാണ് ബീഹാറിൽ നടന്നത്. അവിടെ അതുപോലെ തന്നെ ഉജ്ജ്വലമായ വിജയം
പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വിജയം. പക്ഷേ ഇത്രയേറെ 200-ലധികം സീറ്റ് നേടി NDA അധികാരം നിലനിർത്തും എന്ന് കൂടുതൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയേറെ ഒരു ക്രഷിംഗ് ഡിഫീറ്റാണ് NDA സഖ്യം കോൺഗ്രസിന് നൽകിയത്. NDA സഖ്യം കൂടുതൽ കരുത്താർജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈ വിജയത്തോടുകൂടി കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് മറുവശത്തേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് അങ്കലാപ്പിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ അവിടെ നിൽക്കുകയാണ്. RJD ഇത്രയും വലിയ തോൽവി അവരുടെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കോൺഗ്രസ് ആണെങ്കിൽ 2ലേക്കോ ഒക്കെ ഒതുങ്ങുമ്പോൾ ഇനി എന്താണ് തങ്ങളുടെ മുന്നിൽ എന്നുള്ളൊരു ചോദ്യം അവരെ തുറിച്ചു നോക്കുകയാണ്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിനെ അടുത്ത എപ്പിസോഡിൽ കാണുന്നു. നമസ്കാരം.